എന്താണ് പ്രവർത്തന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിമർശനങ്ങളും വിലയിരുത്തലുകളും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വയം വിമർശനങ്ങൾ ഇവയാണ്. നിർണായകമായ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP-യുടെ വളർച്ച തടയാനായില്ല. LDF വോട്ടുകൾ ഗണ്യമായ രീതിയിൽ നഷ്ടപ്പെട്ടു. ക്രൈസ്തവ മേഖലയിൽ BJP സ്വാധീനം വർദ്ധിക്കുന്നു. ഈഴവ വോട്ടുകൾ പരമ്പരാഗതമായി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു നിന്നിരുന്ന ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. പാർട്ടി ചേർത്ത വോട്ടുകൾ പോലും പാർട്ടിക്ക് ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. വോട്ടർ പട്ടിക പരിശോധിക്കുന്നതിൽ വലിയ വീഴ്ച പാർട്ടിക്കും സംഘടനാ പ്രവർത്തകർക്കുമുണ്ടായി. കരുവന്നൂർ വിഷയം കനത്ത പ്രഹരമായി തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. വോട്ടർമാർക്കിടയിൽ സംശയത്തിനിട നൽകി. പ്രശ്നങ്ങൾക്ക് കാരണം പ്രാദേശികമായിട്ടുള്ള നേതാക്കളുടെ ജാഗ്രതക്കുറവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാർട്ടി പ്രവർത്തന രീതികളിൽ അടിമുടി മാറ്റം അനിവാര്യമാണെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ തൃശ്ശൂരിലെ BJP-യുടെ വളർച്ച തടയാനായില്ല. LDF വോട്ടുകൾ നഷ്ടപ്പെട്ടു. ക്രൈസ്തവ മേഖലയിലെയും ഈഴവ മേഖലയിലെയും വോട്ടുകൾ ചോർന്നു. കരുവന്നൂർ വിഷയമടക്കം ഒരു പ്രധാനപ്പെട്ട തടസ്സമായി തീർന്നു ഇക്കുറി വിജയത്തിന് എന്നതാണ് പാർട്ടിയുടെ സ്വയം വിമർശനം. ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, സംസ്ഥാനത്ത് BJP-ക്ക് ഒരേ ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിച്ചത് തൃശ്ശൂരിലാണ്. അവിടുത്തെ വീഴ്ചയെക്കുറിച്ചുള്ള സമഗ്രമായ പരിശോധന ഈ പ്രവർത്തന റിപ്പോർട്ടിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വോട്ട് ചോർച്ച ഏതൊക്കെ മേഖലകളിൽ സംഭവിച്ചു, കരുവന്നൂർ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിൽ അട്ടിമറിയായത്, BJP-യുടെ വളർച്ച തടയാൻ കഴിയാതിരുന്നത് എങ്ങനെയാണ് എന്നത് സൂക്ഷ്മമായി തന്നെ വിമർശിക്കപ്പെടുന്നുണ്ടല്ലേ പ്രവർത്തന റിപ്പോർട്ടിൽ? ഡോക്ടർ അരുൺകുമാർ, CPM-ന്റെ തൃശ്ശൂർ ജില്ലാ സമ്മേളനം കുന്നംകുളത്ത് ആരംഭിച്ചിരിക്കുന്നു. ആ കുന്നംകുളത്ത് ആരംഭിച്ച സമ്മേളനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് നാം ഇന്ന് പുറത്തുവിട്ടത്. പുറത്ത് കഴിഞ്ഞ കുറേ നാളുകളായി CPM പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചാണ് BJP വിജയിച്ചതെന്ന വലിയ രാഷ്ട്രീയ ആരോപണം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന CPM പക്ഷേ ഈ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ കുറ്റസമ്മതം നടത്തിയെന്നതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുക. നിരവധി ആത്മവിമർശനവും സ്വയം വിമർശനവും അതുപോലെ തന്നെ കുറ്റസമ്മതവും അടങ്ങുന്ന റിപ്പോർട്ടാണ് CPM ജില്ലാ സെക്രട്ടറി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും പ്രാഥമികമായ കാര്യങ്ങളിൽ പറ്റിയ വീഴ്ച, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ കാര്യങ്ങളിൽ പറ്റിയ വീഴ്ച തുടങ്ങി ഏറ്റവും അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ വരെ CPM നേതൃത്വത്തിന് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയെന്ന് സ്വയം സമ്മതിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയേണ്ടി വരും. പ്രാഥമികമായി വോട്ടർമാരെ ചേർത്തുന്നതിൽ അപാകതകളുണ്ടെങ്കിൽ അപാകതകളുള്ള വോട്ടർമാരെ ഒഴിവാക്കാൻ വേണ്ട നടപടികൾ CPM-ന്റെ പ്രാദേശിക നേതൃത്വം അതുപോലെ തന്നെ CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന വലിയ ആത്മവിമർശനം, സ്വയവിമർശനം ഈ റിപ്പോർട്ടിൽ നടത്തുന്നുണ്ട്. BJP വലിയ തോതിൽ വോട്ട് ചേർത്തു, BLOമാരെ ഉപയോഗിച്ച് വോട്ട് ചേർത്തു എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ അത്തരം വോട്ടുകൾ കണ്ടെത്തി മാറ്റുന്നതിന് വേണ്ടി യാതൊരു നടപടികളും ഉണ്ടായില്ല. അതിൽ വലിയ ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നു. CPM-ന്റെ അടിസ്ഥാന വോട്ടുകളായ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടു, അത് BJP-ക്ക് പോയി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ LDF-ന്റെ കാലാകാലങ്ങളായി LDF ലഭിച്ചു വന്നിരുന്ന വോട്ടുകൾ LDF-ന് നഷ്ടപ്പെട്ടു, അത് BJP-യിലേക്ക് പോയി എന്ന് പറയുന്നു. LDF-ഉം CPM-ഉം LDF-ഉം ചേർത്ത വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ സംശയമാണെന്ന് കുറ്റസമ്മതം നടത്തുകയാണ്. അപ്പോൾ സൂക്ഷ്മമായ എല്ലാ വിഷയങ്ങളിലേക്കും തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ ആഴമേറിയ വിശകലനം പ്രവർത്തന റിപ്പോർട്ടിലുണ്ട്.